നമുക്ക് പ്യുവർ ദേശി ടെസറിൽ 8950 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഡിഫറെൻറ്റ് കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്ന സാരിയാണ്. അതിങ്ങനെയാണ്, അതിൻ്റെ സാരി നമ്പർ 1 ആണിത്. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ, ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്, ഗോൾഡൻ മസ്റ്റാർഡ് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ടോണിലേക്ക് വന്നിരിക്കുന്ന സാരി. അതിനകത്ത് യെല്ലോയിലും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ എംബ്രോയ്ഡറി ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണി ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേൺ വന്നിട്ട് അതിനുള്ളിൽ ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുക കേട്ടോ. ഇങ്ങനെയാണ് സാരിയുടെ ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇങ്ങനെ വരും. പിന്നെ അതിൻ്റെ പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഹാഫിലാണ് എല്ലാ എംബ്രോയ്ഡറി സാരീസിലും വരുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് അതിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരും. അപ്പോൾ എല്ലാത്തിൻ്റെയും പാറ്റേൺ സെയിം ആയിരിക്കും. ഞാൻ കളേഴ്സ് മാത്രം കാണിച്ചു പോകാൻ ടാസിൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. സാരി നമ്പർ 1 ആണ്. 8950 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ പ്യുവർ ദേശി ടെസറിൽ വന്നിരിക്കുന്ന സാരീസ്. അടുത്തത് വരുന്നത് ഒരു സീ ഗ്രീൻ ഷെയ്ഡ് സാരി നമ്പർ 2. സീ ഗ്രീൻ ഷെയ്ഡിലൊക്കെ എംബ്രോയ്ഡറി വരുമ്പോൾ സീ ഗ്രീൻ ഷെയ്ഡും അതിൻ്റെ അല്പം കൂടെ ഡാർക്കർ ടോണും കൂടെ ചേർന്നിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഓരോ സാരിയിലും ബേസ് കളറിനോട് ചേരുന്ന കളർ തന്നെയായിരിക്കും എംബ്രോയ്ഡറി വർക്ക്. സാരി നമ്പർ 3 നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 3 നേവി ബ്ലൂ ഷെയ്ഡ്. സാരി നമ്പർ 3 ഒരു നേവി ബ്ലൂവും ടീൽ ബ്ലൂവും കൂടെ ചേർന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. സാരി നമ്പർ 3. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പാറ്റേൺ എല്ലാം. സാരി നമ്പർ 4 നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്, നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്. സാരി നമ്പർ 4. സാരി നമ്പർ 4. സാരി നമ്പർ 5 ഒരു ഡസ്റ്റി പിങ്ക് ടോൺ. സാരി നമ്പർ 5 ഒരു ഡസ്റ്റി പിങ്ക് ടോൺ. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പം അഗെയിൻ ഒരു 6 വരുമ്പോഴൊരു സീ ഗ്രീൻ ഷെയ്ഡിലേക്ക് തന്നെ വരും. അതിൻ്റെ വർക്ക് വരുമ്പോൾ ഇത് അല്പം കൂടെ ഡിഫറെൻ്റ് ആട്ടോ. ഇതിൻ്റെ വർക്ക് ഇതേപോലെയാണ് ഇതിൻ്റെ വർക്ക് വരുന്നത്. ഒരു സീ ഗ്രീൻ ഷെയ്ഡിൽ ഇതേപോലെയാണ് മുന്താണിയുടെ വർക്ക് വരുമ്പോഴും ഇതേപോലെയാണ് മുന്താണിയുടെ വർക്ക് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡ് വർക്ക്. അപ്പോൾ ഇനി കാണിക്കാൻ പോകുന്ന ഡിസൈൻ എല്ലാം ഈ ഒരു ഡിസൈൻ വരുന്നതാണ്. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ ഒരു ബ്രൗൺ. സാരി നമ്പർ 7 വരുമ്പോൾ ബ്രൗൺ, അതിനകത്തൊരു ബേജ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. സാരി നമ്പർ 7. സാരി നമ്പർ 8 വരുമ്പോൾ അഗെയിൻ ഒരു പിങ്ക്. സാരി നമ്പർ 8 പിങ്ക്. പിങ്കിൽ വരുമ്പം കളറ് എംബ്രോയ്ഡറിയുടെ വർക്കിൻ്റെ കളർ ഇത് എങ്ങനെയാണ് കേട്ടോ. സാരി നമ്പർ 8 ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്കിൻ്റെ കളർ വന്നിരിക്കുന്നത്. ഒരു ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സാരി നമ്പർ 8. 9 വരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ആ ഒരു ഗോൾഡൻ യെല്ലോ ഇല്ലേ, അതേ സെയിം ഷെയ്ഡ് തന്നെ. വർക്കിൻ്റെ ഷേപ്പിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. സാരി നമ്പർ 9. ഇപ്പോൾ ഈ കാണിച്ച സാരീസ് എല്ലാം ഈ ഒരു വർക്കായിരിക്കും കേട്ടോ. ആദ്യം കാണിച്ചത് അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക്. സാരി നമ്പർ 9. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പ്യുവർ ദേശി ടെസറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്